ಕುಂಬಳೆ ಉಪಜಿಲ್ಲಾ ಮಟ್ಟದ ಶಾಲಾ ಕಲೋತ್ಸವ ಗಜಾನನ LP ಶಾಲೆ, AUP ಶಾಲೆ ಮುಳ್ಳೇರಿಯ ಹಾಗೂ GVHSS ಮುಳ್ಳೇರಿಯದಲ್ಲಿ ನವೆಂಬರ್ 11ರಿಂದ ಇವತ್ತಿನ ತನಕ ನವೆಂಬರ್ 15ಕ್ಕೆ ಇದು ಕೊನೆಗೊಳ್ಳುತ್ತದೆ. ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ನಮಗೆ ಇದನ್ನು ನಡೆಸಿಕೊಂಡು ಬರಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು ಎಂಬುದು ಬಹಳಷ್ಟು ಸಂತೋಷ. ಯಾಕೆಂತೇಳಿದರೆ ನಮಗೆ ಕೇವಲ 15 ದಿನಗಳು ಮಾತ್ರ ಇದರ ಸಿದ್ಧತೆಗೆ ಲಭಿಸಿದಂತಹ ಆ ಒಂದು ಕಾಲಾವಕಾಶ. ಅದೇ ರೀತಿಯಲ್ಲಿ ಊರವರನ್ನೆಲ್ಲ ಒಟ್ಟು ಸೇರಿಸಿ, ಅಂದರೆ ಪಂಚಾಯತಿನಿಂದ ಹಿಡಿದು ವ್ಯಾಪಾರಿಗಳನ್ನ ಹಿಡಿದು ವಿವಿಧ ಕ್ಲಬ್ಗಳನ್ನು ಹಿಡಿದು ಹಳ ವಿದ್ಯಾರ್ಥಿಗಳು, ಇಲ್ಲಿನ ಅಧ್ಯಾಪಕರು, ಅಂದರೆ ಮುಳ್ಳೆ ಶಾಲೆ ಎಂಬುದು 3 ಶಾಲೆಗಳಲ್ಲಿ 5 ವಿಭಾಗಗಳು, ಅಂದರೆ LP, UP, ಹೈಸ್ಕೂಲ್, ಹೈಯರ್ ಸೆಕೆಂಡರಿ, VHSE ಈ 5 ವಿಭಾಗಗಳನ್ನು ಕೂಡ ಒಟ್ಟುಗೂಡಿಸಿ ಈ ಒಂದು ಮಹೋತ್ಸವವನ್ನು ನಡೆಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾದಲ್ಲಿ ಬಹಳಷ್ಟು ನಮಗೆ ಅಭಿಮಾನವಿದೆ, ಹೆಮ್ಮೆ ಇದೆ. നമ്മൾ കുമ്പള 64ാമത് കുമ്പള സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായുള്ള ട്രോഫി കമ്മിറ്റി ടീമാണ് ഞങ്ങൾ. അപ്പോൾ ട്രോഫിയുടെ ചുമതലയാണ് ഞങ്ങൾക്കുള്ളത്. സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞ് ഇതുവരെ ഫലപ്രഖ്യാപനം നടത്തിയ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും അറിയിച്ചിട്ടുണ്ട്. അതായത് LP, UP മത്സരങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി കഴിഞ്ഞു. അപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ട്രോഫി, ഈ റോളിംഗ് ട്രോഫി അടക്കം നമുക്ക് സ്പോൺസേഴ്സ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മളടുത്തുള്ള ക്ലബ്ബുകളും ഒക്കെയായി നമുക്ക് സ്പോൺസേഴ്സ് തന്നിട്ടുണ്ട്. റോളിംഗ് ട്രോഫി ആണെങ്കിൽ പഴയത് മാറ്റി പുതുക്കാൻ വേണ്ടി കുറേ വർഷങ്ങൾ പഴക്കമുള്ള ട്രോഫികൾ നമുക്ക് പുതുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇപ്രാവശ്യം. അതും നമ്മുടെ കമ്മിറ്റിയുടെ ഒരു ടീമിൻ്റെ ഒരു വിജയം എന്നാണ്. ചെയർമാനും അതുപോലെ നമ്മളടക്കം എല്ലാവരും അടങ്ങുന്ന ഒരു ടീം ഉത്സാഹിച്ചുകൊണ്ടാണ് നമുക്കങ്ങനെ പറ്റിയത്. അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് A ഗ്രേഡിന് മുഴുവൻ കുട്ടികൾക്കും മൊമെൻറ്റോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് ആക്ടർ, നല്ല നടിക്കുള്ള നടനുള്ളതും മൊമെൻറ്റോയും സർട്ടിഫിക്കറ്റുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ വർഷത്തേലും ഉപരിയായിട്ടാണ് ഈ വർഷം ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നാടകം UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നാടകത്തിനും അതുപോലെ സംസ്കൃത നാടകം, അറബിക് നാടകം, ഈ നാടകങ്ങൾക്കുള്ള മികച്ച നടിക്കുള്ളതും അതുപോലെ തന്നെ നല്ല നടനുള്ള അവാർഡും സർട്ടിഫിക്കറ്റും ട്രോഫികളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുണ്ടായിരുന്നില്ല. പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ കുമ്പള ഉപജില്ലാ കലോത്സവത്തിന് GVHS മുള്ളേരി വേദിയാകുന്നത്. 12 വർഷത്തിലൊക്കെ ഏറ്റെടുക്കുമ്പോൾ പുതിയ ഒരുപാട് ഐറ്റം, ഇപ്പം കളിക്കുന്ന മംഗലകളിയാണെങ്കിലും പണിയ നൃത്തം, ഇരുള നൃത്തം, ഇതൊക്കെ ഗോത്രകലയുടെ ഭാഗമായിട്ട് അന്യം നിന്ന് പോയ കലകളാണ്. അതൊക്കെ കാണാനും ആസ്വദിക്കാനും ഏറ്റവും നല്ലൊരു അവസരമാണ്. നിറഞ്ഞു കവിഞ്ഞ വേദിയാണ്. കഴിഞ്ഞ 4 ദിവസം പിന്നിട്ട് 5ാമത്തെ ദിവസം പോകുമ്പോൾ സാധാരണ ഉണ്ടാവാറുള്ള പോലെ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഏറ്റവും ചരിത്രത്തിൽ തന്നെ ഏറ്റവും അപ്പീലുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് നല്ല പ്രൊഫഷണൽ ജഡ്ജസിനെ വെച്ചുകൊണ്ടാണ് 4 ദിവസം പ്രോഗ്രാം പിന്നിട്ടിരിക്കുന്നത്. 5ാമത്തെ ദിവസവും നിങ്ങൾ എല്ലാ സ്റ്റേജിൽ പോയാൽ മനസ്സിലാവും. വളരെ ക്വാളിഫൈഡ് ആയിട്ട് ഈ മംഗലങ്ങളിക്കൊക്കെ ഇരിക്കുന്നത് അവരുടെ സമുദായത്തിൻ്റെ ഫെലോഷിപ്പിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള അതേപോലത്തെ ടീമിനെയാണ് ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഉപജില്ലാ കലോത്സവത്തിന് ഏറ്റവും മാതൃകാപരമായ രീതിയിലാണ് പോകുന്നത്. പന്ത്രണ്ട് വർഷം മുമ്പ് ഇതേ മുള്ളേരിയ സ്കൂളിൽ നടക്കുമ്പോൾ ഞാനിവിടെ അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഞാൻ റിട്ടയർഡാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാം, നല്ലൊരു അച്ചടക്കത്തോടു കൂടി ഇന്നിപ്പോൾ അവസാന ദിവസമാണ്. ഇതുവരെ സാറ് പറഞ്ഞ പോലെ തന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ പരിപാടി നടക്കുന്നുണ്ട്.
വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആൾക്കാർ എത്തോളം ഏകദേശം 50,000-ഓളം ആൾക്കാർ വന്നു പോയി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുള്ളേരിയിൽ വന്നു, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ഈ കലോത്സവം നമ്മുടെ മുള്ളേരിയിൽ വന്നതിൽ വ്യാപാരികൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിൽ നമ്മുടെ വ്യാപാരികളും അതുപോലെ തന്നെ മുള്ളേരിയ ജനങ്ങളും ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ കലോത്സവത്തിന്റെ വിജയം. ചൈലി വെളത്തിയ മഞ്ചാവും കിളച്ചു നാവേരി കുയലിയനു ജീയും കൊടുത്തു പൊടി പൊടി വെന്തുന്ന താരിസു കാഞ്ഞു അടി അടി വെന്തുന്ന നാരിസു കാഞ്ഞു തലതുക്കെ തന്താന തിന്തഴാമാന നീ വന്നു വളിച്ചന വന്നു നമകാവേ നീ വന്നു വളിച്ചന വന്നു നമകാവേ ഇയാ ಮೀನು ಕರಿ ಕೊಡುತ್ತೆ ಕಲರ್ ಕೂಡ ಪವಾಲು ಗಲೆ ಚಲೆ ಗಾಡಿ ಅನಲದು ಕೂಡ ಪವಾಲು ಎಂದು ಚಲೋ ಗಾಡಿ ಇಯಾ അപ്പം മുള്ളേരിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു വർഷമായിട്ട് എനിക്കിത് തോന്നുന്നു. ചരിത്രത്തിൽ പോലും നമുക്കിതുപോലെയുള്ള ഒരു അന്നം മൂട്ടാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കലോത്സവം നടത്താനോ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ചുരുങ്ങിയ ഒരു 10 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഒരുക്കത്തിലൊക്കെ എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ജനങ്ങളുടെ ആ ഒരു പ്രവാഹം ഭക്ഷണത്തിൻ്റെ ആ ഒരു കാര്യത്തിലും വളരെയധികം മുന്നിലാണ്. ഏകദേശം മറ്റ് സബ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഏകദേശം ഒരു 15,000-ഓളം ആൾക്കാർ ഇപ്പം തന്നെ വമ്പൻ ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടെ അധ്യാപകരുടെയും PTA-യുടെയും SMC-യുടെയും പഴയ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ മർച്ചൻറ്റിൻ്റെ എല്ലാ ഡ്രൈവേഴ്സ് മുഴുവൻ ഈ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ വിവിധ കമ്മിറ്റികളിൽ നാടിൻ്റെ മുഴുവൻ ആളുകളെയും ചെറുത് വലുത് എന്നില്ല പ്രായഭേദമന്യേ എല്ലാവരെയും ഉൾപ്പെടുത്തി ജാതി ഭേദമന്യേ ഇതിൻ്റെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റിയ ഒരു കലോത്സവമാണ്. മുത്തിട്ടോടഞ്ഞാലി ഫത്തിമായെത്താത വിട്ടിലെ വന്നാനേ എന്നാളിൽ ജീവിതത്തിന്റെ ഉപുഷത്താനേ ചിന്താമിലേറിടും ബിന്ദവർ താഴ്ന്ന് അട്ടിക്കൊടുത്താനേ ബിവിക്കും ചിന്താമിലപ്പുറമായൊന്നുമില്ലല്ലോ ഉള്ളതൊടുത്താനേ സഹിച്ചവർ പാട്ടുകൾ കെട്ടിടും പാടിലിടന്താനേ തറവാട്ടിലെ പെണ്ണിനെ കെട്ടും ഓരോ ജാനിയെ തന്നെ കെട്ടിടാൻ അന്ന് പിതാവിലെ ചോദ്യമാനോദിത്തി നിക്ഷേപമിണ്ടാനേ. കലോത്സവം ഏറ്റെടുത്ത് സംഘാടക സമിതി രൂപീകരിച്ചപ്പോൾ തന്നെ പെരുമാറ്റച്ചട്ടം വന്നതിനാൽ സംഘാടക സമിതി ചെയർമാന് ഇതിലിടപെടുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയുണ്ടായി. എന്നിരുന്നാലും ഞങ്ങൾ ഏറ്റെടുത്ത് 15 ദിവസത്തിനകം ഇത്ര നല്ല രീതിയിൽ ഈ കലോത്സവം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഒരു ജില്ലാ കലോത്സവത്തിൻ്റെ പ്രതീതിയിൽ സബ് ജില്ലാ കലോത്സവം നടത്തിയെന്നാണ് ഇന്നലെ ഇവിടെ സന്ദർശിച്ച നമ്മുടെ ഉപഡയറക്ടർ അതായത് DD ശ്രീ മധുസൂദനൻ സാറ് ഇവിടെ പറഞ്ഞത്. കാസർഗോഡ് ജില്ലയിൽ സീഡ് കോർഡിനേറ്ററും അതേപോലെ തന്നെ അവാർഡ് ജേതാവുമായ സാവിത്രി ടീച്ചറുടെ നേതൃത്വത്തിൽ തുടക്കം മുതൽ തന്നെ പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് നിരോധിത കലോത്സവമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. എവിടെയും ഒരു പ്ലാസ്റ്റിക് പോലും മാത്രമല്ല, കാർഡുക്ക പഞ്ചായത്തിലെ 15ഓളം ഹരിതകർമ്മസേന അംഗങ്ങൾ സ്ഥിരമായിട്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നതുമുണ്ട്. അഞ്ചാം ദിവസമായി ഇന്ന് 10 പ്രധാന വേദികളിലും 3 ഉപവേദികളിലുമായി ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ആകർഷിക്കുന്ന കാസർഗോഡിൻ്റെ കുറേ സ്വന്തം കലകളും മുള്ളേരിയിൽ പ്രത്യേകിച്ചും ഒരുപാട് പ്രേക്ഷകരുള്ളതുമായ നാടക മത്സരം, യക്ഷഗാനം, നാടോടി നൃത്തം, വട്ടപ്പാട്ട്, ഒപ്പന തുടങ്ങിയ നിരവധി മത്സരങ്ങളുമായി ഏറെ ആളുകളെ ആകർഷിച്ചുകൊണ്ട് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കലോത്സവത്തിൻ്റെ പ്രത്യേകത ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉച്ചഭക്ഷണം നൽകിക്കൊണ്ട് ആരെയും നിരാശരാക്കാതെ കലോത്സവത്തിൻ്റെ ഭാഗമാവുന്നതോടൊപ്പം
സന്തോഷത്തോടുകൂടി മനം നിറയുന്നതോടൊപ്പം വയറും നിറച്ച് പോവുക എന്നുള്ള സമീപനമാണ് സംഘാടക സമിതി സ്വീകരിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കുടുംബശ്രീ യൂണിറ്റുകൾ ಸಾರ್ವಜನಿಕ ಶ್ರೀ ಗಣೇಶೋತ್ಸವದಲ್ಲಿ ಮುಳ್ಳೇರಿಯ ಇದು 11ನೇ ತಾರೀಕು ಇಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ಆರಂಭ ಆದದ್ದು. 11ನೇ ತಾರೀಕಿನಿಂದ 15ನೇ ತಾರೀಕಿನವರೆಗೆ ನಿರಂತರವಾಗಿ 5 ದಿವಸ ಇಲ್ಲಿ ಮಧ್ಯಾಹ್ನ ಊಟದ ವ್ಯವಸ್ಥೆ, ಅದೇ ರೀತಿ ಬೆಳಗ್ಗೆ ಚಾಯದ ವ್ಯವಸ್ಥೆ. ಬೆಳಗ್ಗೆ ಅಂದರೆ ಫಸ್ಟ್ ದಿವಸವೇ 3,000 ಜನಕ್ಕೆ ವ್ಯವಸ್ಥೆ ಮಾಡಿದ್ದೇವೆ. ಮಧ್ಯಾಹ್ನ ಅಷ್ಟೇ ಫಸ್ಟ್ ದಿವಸ 3,000 ಜನಕ್ಕೆ ಊಟದ ವ್ಯವಸ್ಥೆ. ಅದರಂತೆ ದಿವಸ ಒಂದು 2-3 ದಿವಸ ಆಫ್ ಸ್ಟೇಜ್ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಮಗೆ ಬೆಳಗ್ಗೆ ಚಾಯಕ್ಕೆ 3,000 ಜನವು, ಅದೇ ರೀತಿ ಮಧ್ಯಾಹ್ನ 3,000 ಜನಕ್ಕೆ ಊಟ ವ್ಯವಸ್ಥೆ ಮಾಡಿದ್ದೇವೆ. 3ನೇ ದಿವಸ ಸಾಧಾರಣ 5,000-6,000 ಜನ ಊಟದ ವ್ಯವಸ್ಥೆ ಮಾಡಿದ್ದೇವೆ. ಅದೇ ರೀತಿ 4ನೇ ದಿವಸ ಮತ್ತು 5ನೇ ದಿವಸ ನಿನ್ನೆ ಒಂದು 6,000 ಜನ ಇದ್ದು, ಇವತ್ತೊಂದು 8,000 ಜನಕ್ಕೆ ವ್ಯವಸ್ಥೆ ಮಾಡಿದ್ದೇವೆ. ಅದೇ ನಮಗೆ ಕೆಲವು ಕಡೆಯಿಂದ ಅಕ್ಕಿ ರೂಪದಲ್ಲಿ, ತರಕಾರಿ ರೂಪದಲ್ಲಿ ಮತ್ತು ನಾವು ಪ್ರತಿಯೊಂದು ಶಾಲೆಯನ್ನು ಕಾಂಟ್ಯಾಕ್ಟ್ ಮಾಡಿದ್ದೇವೆ. ಆ ಶಾಲೆಯಿಂದ ಕೂಡ ನಮಗೆ ಬೇಕಾದ ತರಕಾರಿಗಳ ವಸ್ತುಗಳು, ಅದೇ ರೀತಿ ಅಕ್ಕಿ, ಸಕ್ಕರೆ, ಬೆಲ್ಲ ಮುಂತಾದ ಸಾಮಗ್ರಿಗಳು ನಮಗೆ ಸಿಕ್ಕಿದ ಕಾರಣ ನಮಗೆ ಒಂದು ಸಂತೋಷ. ಇದರಿಂದಾಗಿ ನಮಗೆ ಒಂದು ಹುರುವು ಬಂದಿರುವಂಥದ್ದು. ಎಲ್ಲರ ಭಾಗ ನಮಗೆ ಹಣದ ರೂಪದಲ್ಲೂ ಮತ್ತು ಬಾಕಿ ವಸ್ತುಗಳ ರೂಪದಲ್ಲೂ ಕೂಡ ಸಿಗ್ತಾ ಉಂಟು. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുമ്പളം ഉപജില്ലയിൽ വളരെ നല്ല രീതിയിലുള്ളൊരു സംഘാടനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ അവരുടെ സർഗാത്മകത കഴിവുകൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടായി. ആ അവസരം ഒരുക്കുന്നതിലും അത് വിജയിപ്പിക്കുന്നതിലും ഇതിൻ്റെ സംഘാടക സമിതി പരിപൂർണമായി ഈ സമയം വരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ಇಂದಿನ 5 ದಿವಸದಲ್ಲೂ ಅತ್ಯುತ್ತಮವಾಗಿಯೂ ಎಲ್ಲ ಕನ್ನಡದಿಂದ ಹಿಡಿದು ಮಲಯಾಳ ಹಿಡಿದು ಕೇರಳದ ಎಲ್ಲ ಕಲಾರೂಪಗಳು ಇದರಲ್ಲಿ ಬಂದಿವೆ. ಆಗಿರುವಾಗ ಇನ್ನು ಮುಂದೆಯೂ ಈ ಕೇರಳ ಕಲೋತ್ಸವ ಈ ಎಲ್ಲ ರೀತಿಯಲ್ಲಿ, ಅದೇ ರೀತಿ ಈ ವರ್ಷ ಅಂತ ಹೇಳಿದ್ರೆ ನಾವು ಕನ್ನಡ ಕಲೋತ್ಸವ ಅಂತೇಳಿ ಬೇರೆ ಮಾಡಿದ್ದೇವೆ. ಕನ್ನಡ ಕಲೋತ್ಸವದಲ್ಲಿ ಗೆದ್ದವರವರಿಗೆ ಬಹುಮಾನವಿದೆ. ಆಗಿರುವ ಕನ್ನಡ ಕಲೋತ್ಸವದಲ್ಲಿ ಭಾಗವಹಿಸಿದ ಎಲ್ಲರಿಗೂ ಅಭಿನಂದನೆ ಸಲ್ಲಿಸುತ್ತಾ ಎಂಕ್ಲ ಮುಲ್ 2 ದಿನದಿಂದ ಭಾಗವಹಿಸೊಂದಿಲ್ಲ. ಈ ಕಾರ್ಯಕ್ರಮ ಇಡೀ ಸೋಕಾತುಂಡು ಮನಸ್ಸಿಡಿ ಎಡೆ ಟೇಸ್ಟ್ ಇಡಿತ್ತುಂಡು. ನಮಕ್ ಭಯಂಕರ ಸಂತೋಷ ಅಂಡ್ ಇಡೆ ಬರ್ತದೆ. ವಿಶೇಷವಾಗಿ ಸಬ್ ಜಿಲ್ಲಾ ಕಲೋತ್ಸವ ಅಂತ ಹೇಳುವ ಬದಲು ಮುಳ್ಳೇರಿಯಾ ಉತ್ಸವ ಅಂತ ಕೂಡ ಇದಕ್ಕೆ ತಿಳಿಸಬಹುದು. ಮುಳ್ಳೇರಿಯಾದ ಪ್ರತಿಯೊಬ್ಬ ವ್ಯಕ್ತಿ ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿ ಮಕ್ಕಳನ್ನು ಪ್ರೋತ್ಸಾಹಿಸೋದು ಕಾಣ್ತಾ ಇದೆ. ಫೈನಾನ್ಸ್ ಕಮಿಟಿ ಚೇರ್ಮನ್ನ ದೃಷ್ಟಿಯಿಂದ ನಮಗೆ ಈ 10 ದಿನ ಮಾತ್ರ ಇದಕ್ಕೆ ಸಿಕ್ಕಿದರೂ ಕೂಡ ಹಲವಾರು ಮನೆಗಳನ್ನು, ಹಳೆ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು, ಶಾಲಾ ಮ್ಯಾನೇಜರ್ಗಳನ್ನು, ಅದೇ ರೀತಿ ವ್ಯಾಪಾರಿ ಬಂಧುಗಳನ್ನು ಕೂಡ ಸಮೀಪಿಸಿ ಬೇಕಾದಂತಹ ಆರ್ಥಿಕ ವ್ಯವಸ್ಥೆಗೆ ಎಲ್ಲರನ್ನು ನಾವು ಸಮೀಪಿಸಿದ್ದೇವೆ. ಅದೇ ರೀತಿ ವಸ್ತು ರೂಪದಲ್ಲಿ ಕೂಡ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿದಂತಹ ಹಲವಾರು ಮಹನೀಯರಿದ್ದಾರೆ. ಎಲ್ಲರನ್ನು ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ಸ್ಮರಿಸ್ತಾ ಇದ್ದೇನೆ. ಮುಳ್ಳೇರಿಯಾದಲ್ಲಿ ಕಳೆದ 5 ದಿನಗಳಲ್ಲಾಗಿ ಕುಂಬಳೆ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವ ನಡೆಯುತ್ತಾ ಇದೆ. ಮುಳ್ಳೇರಿಯಾ ಪರಿಸರ ಇದು ಕಾರಡ್ಕ ಗ್ರಾಮ. ಈ ಕಾರಡ್ಕ ಗ್ರಾಮವೆಂಬುದು ಯಕ್ಷಗಾನದ ದಂತಗತೆ, ಬಣ್ಣದ ಮಹಾಲಿಂಗ, ಖ್ಯಾತ ನಾಟಕಕಾರ ವೇಣುಗೋಪಾಲ ಕಾಸರಗೋಡು, ಅಂತಹ ರೀತಿಯಲ್ಲಿ ಖ್ಯಾತಿವೆತ್ತ ಕವಿ ಕೆ ಮೂಲೆ ಗೋವಿಂದ ಭಟ್, ಭೂತಾರಾಧನೆ, ತೆಯ್ಯಂಕಳಿ,
ಅದೇ ರೀತಿ ಪೂರಕ್ಕಳಿ ಇವುಗಳಿಗೆಲ್ಲ ಖ್ಯಾತಿ ಪಡೆದಂತಹ ಕಲೆ ಮತ್ತು ಕಲಾವಿದರ ತವರೂರು. ಅಂತಹ ಒಂದು ಊರಿನಲ್ಲಿ ನಮ್ಮ ಕಲೋತ್ಸವದ ಆತಿಥ್ಯವನ್ನು ನಾವು ಸ್ವೀಕರಿಸ್ತಿದ್ದೇವೆ, ಮಾಡ್ತಾ ಇದ್ದೇವೆ ಎಂಬುದು ನಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಹೆಮ್ಮೆಯ ವಿಷಯ. ಕೇವಲ 20 ದಿನಗಳ ಹಿಂದೆ ಇಲ್ಲಿ ಕುಂಬಳೆ ಉಪಜಿಲ್ಲಾ ಕಲೋತ್ಸವವನ್ನು ನಡೆಸಬೇಕು ಎಂಬುದಾಗಿ ತೀರ್ಮಾನಿಸಿದರು. ಆ 20 ದಿನಗಳಲ್ಲಿ ಸಮರೋಪಾದಿಯಲ್ಲಿ ಕೆಲಸಗಳು ನಡೆದು ಇದೀಗ ಇಲ್ಲಿ ವಿವಿಧ ಕಡೆಗಳಲ್ಲಿ ಹೋಗುವವರು ಅಭಿಪ್ರಾಯಪಟ್ಟಂತೆ ಜಿಲ್ಲಾ ಕಲೋತ್ಸವಲ್ಲ, ಅದಕ್ಕೂ ಮಿಗಿಲಾಗಿ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ನೀವು ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಿದ್ದೀರಿ ಎಂಬುದಾಗಿ ಎಲ್ಲರೂ ಕೂಡ ತಿಳಿಸಿದರು. ಇಲ್ಲಿ 20 ದಿನಗಳ ಹಿಂದೆ ಯಾವ ರೀತಿಯಾಗಿ ಇಲ್ಲಿಯ ಒಟ್ಟು ಪರಿಸರ ಇತ್ತು ಅದಕ್ಕಿಂತಲೂ ಮಿಗಿಲಾಗಿ ಈಗ ಕಾಣುವಾಗ ಎಲ್ಲ ವರ್ಣರಂಜಿತವಾಗಿ ಸುತ್ತಮುತ್ತಲ ಪರಿಸರ ಎಲ್ಲ ಶೃಂಗಾರಗೊಂಡು ಈ ಕಲೋತ್ಸವಕ್ಕೆ ಸಿದ್ಧವಾಗಿ ಆ ಕಲೋತ್ಸವ 5 ದಿನಗಳ ಕಾಲ ಬಹಳ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಇಲ್ಲಿ ನಡೆದಿದೆ. ಸಾಧಾರಣ 95 ಶಾಲೆಗಳು, ಆ ನಂತರ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಎಲ್ಲ ಸೇರಿ ಒಂದು 120ರಷ್ಟು ವಿದ್ಯಾಸಂಸ್ಥೆಗಳಿಂದ ಒಂದು 6000ಕ್ಕೂ ಮಿಕ್ಕಿದ ಪ್ರತಿಭೆಗಳು ಇಲ್ಲಿ ತಮ್ಮ ಪ್ರತಿಭೆಯನ್ನು ಪ್ರದರ್ಶಿಸಿದ್ದಾರೆ. ಈ ಶಾಲೆಗೆ ಸಂಬಂಧಿಸಿದಂತೆ 1975-76ರಲ್ಲಿ ಸ್ಥಾಪಿತವಾದಂತಹ ಹೈಸ್ಕೂಲು ಇದೀಗ 50ನೇ ವರ್ಷದ ಸಂಭ್ರಮ ಸುವರ್ಣ ಮಹೋತ್ಸವವನ್ನು ಆಚರಿಸ್ತಾ ಇದೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಇಲ್ಲಿ ಇಂತಹ ಒಂದು ಸಬ್ ಜಿಲ್ಲಾ ಕಲೋತ್ಸವ ನಡೀತಾ ಇದೆ ಎಂಬುದು ನಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಬಹಳ ಹೆಮ್ಮೆಯ ಸಂಗತಿ. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ನಾನು ಪ್ರತ್ಯೇಕವಾಗಿ ಇಲ್ಲಿಯ ಈ ಶಾಲೆಯ ಹಳೆ ವಿದ್ಯಾರ್ಥಿ, ಅದಕ್ಕೂ ಮಿಗಿಲಾಗಿ ಈ ಶಾಲೆಯಲ್ಲಿ ನಿವೃತ್ತ ಮುಖ್ಯೋಪಾಧ್ಯಾಯ, ಅದೇ ರೀತಿ ಈ ಏರಿಯಾ ಈ ಪ್ರದೇಶದ AU ಆಗಿಯೂ ಕೂಡ ನಾನು ಕೆಲಸ ಮಾಡಿದವ. ಆ ಕಾರಣದಿಂದಾಗಿ ಇಲ್ಲಿಯ ನಮ್ಮ ಶಾಲೆ ಇದರ ಆತಿಥೇಯತ್ವವನ್ನು ವಹಿಸಿದೆ ಎಂಬುದಾಗಲಿ ನಮಗೆ ಬಹಳ ಅಭಿಮಾನ ತೋರಿದೆ, ಬಹಳ ಸಂತೋಷ ತೋರಿದೆ. ഇന്ന് സമാപിക്കുകയാണ്. ഈ സമാപനം വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്.